ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇന്ന് എന്താണ്, പ്രത്യേകിച്ച് കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. തൽക്കാലം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പം മീൻകറിയൊക്കെ ഇന്നലെ വെച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഞാൻ മൂപ്പിക്കാൻ വേണ്ടി വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്, രണ്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ, ഒരു 3-4 ഉണക്കമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ചവ്വരി വെള്ളത്തിലിട്ടത് കാണിച്ചില്ലേ, അത് സേമിയ കാച്ചാനാട്ടാ. അപ്പം ദാണ്ടെ ഞാൻ ഇതിനകത്തോട്ട് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂണെങ്കിലും കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. കാരണം അത് മിക്സിക്കകത്ത് അടിച്ച് വരുമ്പോഴത്തേക്കിന് നല്ല ചെറിയൊരു കുത്തലും എരിവൊക്കെ എടുത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ കിടന്ന് വറുത്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സേമിയ ഒന്ന് കഷ്ണിച്ചെടുക്കാമെന്ന് വിചാരിച്ച് മുറിച്ചിടാമെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ കുറച്ച് സേമിയ, ഒരു തവണ ഞാൻ സേമിയ പായസം വെച്ചതിൻ്റെ ബാലൻസ് സേമിയ കേട്ടോ. അതവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനത് ഉന്നം വെച്ച് ഇന്ന് സേമിയ ഉണ്ടാക്കാമെന്ന്. അപ്പം ഇന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടുത്തെ വല്യാപ്പിച്ചാടെ ആണ്ടാണ്. അപ്പോൾ അതിന് യാസീനോദി ദുആ ഒക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സേമിയയും കൂടെ കാച്ചാമെന്ന്. അപ്പം അങ്ങനെ ചെയ്തതാട്ടാ. അങ്ങനെ പിന്നെ ഞാൻ തേങ്ങാപ്പീര മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് കളർഫുള്ളായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മൂപ്പിച്ച് അത് ആറാൻ വേണ്ടി മാറ്റി വെച്ചു. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് സേമിയ പായസത്തിന് വേണ്ടി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയല്ല, ചരുവാണ്. ചരുവ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി, നമ്മുടെ സേമിയയ്ക്കൊക്കെ കാച്ചുന്ന മുന്തിരി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കത് മാറ്റിയെടുത്തിട്ട് ആ ചട്ടിയിലോട്ട് തന്നെ ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഭയങ്കരം ചീവീടിൻ്റെ ശബ്ദം. രാത്രിയിലിരുന്ന് വോയിസ് കൊടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട് ചീവീടിൻ്റെ. സോറി കേട്ടാ. അപ്പോൾ അങ്ങനെ സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സേമിയ വേവിക്കാനും വെക്കാം. ഓക്കെ. പിന്നെന്താണ്, ഇവിടുത്തെ ഉമ്മാടെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പം ആ ഉമ്മ ഇന്നങ്ങ് വീട്ടിലോട്ടങ്ങ് പോയപ്പോൾ ഇന്ന് ഭയങ്കര ഒരു വിഷമം പോലെ ആയിപ്പോയി. അതുകൊണ്ട് കറിയൊന്നും ഒരുപാടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആണ്ടായതുകൊണ്ടാണ് ഞാൻ സേമിയ കാച്ചിയത്. ഉള്ളതൊക്കെ വെച്ച് നമ്മൾ കാച്ചിയെടുത്ത, എക്സ്ട്രാ ഒന്നും നമ്മൾ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നും നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് നമ്മൾ ചെയ്തെടുത്തു. പിന്നെ ചവ്വരി കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടൊന്ന് ഒരു 2 വിസിൽ വരുത്തിക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ സേമിയ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കുക്കറിൽ ചവ്വരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഏകദേശം, ചമ്മന്തിയല്ല, തേങ്ങ വറുത്തതുണ്ടല്ലോ, അത് ആറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിഴുപുളിയും കൂടെ ഒരു ചെറിയ പീസ് പിഴുപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വേറൊരു കാര്യം, നമ്മൾ തേങ്ങാപ്പീര മൂപ്പിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടണം, കുറച്ച് 2 കഷ്ണം ഇഞ്ചിയും കൂടി ഇടണം കേട്ടോ. അത് മറന്നു പോകല്ലേ, ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷമിച്ചേക്കണേ. അപ്പം അതും കൂടി ഇട്ട് വേണം നമ്മൾ മൂപ്പിക്കാനും. അപ്പം നമ്മൾ തേങ്ങ വറുത്തത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ സേമിയ കുക്കറിൽ ചവ്വരി വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ സേമിയ കാച്ചാൻ വേണ്ടി വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പും ഇട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതവിടെ മൂടിയിരുന്ന് വേകട്ടെ.
അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താണ് പാല് ചരുവത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു. ഞാൻ നാടൻ പാലാട്ടോ വാങ്ങിക്കുന്നത്. മിൽമ പാലാണ് ഇവിടെ ചായ ഇടുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ മിൽമ പാൽ ഞാൻ കഴിക്കില്ല. ഞാൻ ഈ നാടൻ പാലാണ് കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ 2 കവർ നാടൻ പാൽ സേമിയയ്ക്ക് വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 2 കവർ മൊത്തം എടുത്തില്ല, കുറച്ച് മാറ്റി വെച്ചു. അപ്പം അത് തൈരിന് വേണ്ടി ചേർക്കാമെന്ന് വിചാരിച്ച് അത് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ദാണ്ടെ ചോറ്റുപാത്രത്തിലാണ് തൈരിന് ഒഴിച്ച് വെച്ചേക്കുന്നത്. അതിലോട്ട് ബാക്കി കുറച്ച് പാലും കൂടെ ഒഴിച്ച് വെച്ചു. ബാലൻസ് ഉള്ളത് പിന്നെ സേമിയയ്ക്കകത്ത് കാച്ചാൻ വേണ്ടി ആ ചരുവത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട്. വെന്തപ്പോഴത്തേക്ക് ഞാൻ ഈ പാലൊഴിച്ച് കൊടുത്തു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. പക്ഷേ നമ്മുടെ ഈ നാടൻ പാലൊന്നും വലിയ കട്ടി കാണത്തില്ല. അതിനകത്ത് വെള്ളം നമുക്ക് പിന്നെ ചേർക്കാൻ പറ്റില്ല കേട്ടോ. ആ പാൽ അതുപോലെ എടുത്ത് ചായ ഇടണം, അല്ലെങ്കിൽ അതുപോലെ കാച്ചുവോ ഓട്സ് കാച്ചുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സേമിയ പായസം ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുറുക്കം അങ്ങ് പോവും. അപ്പോൾ അത് വേവിക്കാൻ അവിടെ വെച്ചു, പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോഴേക്കും ദാണ്ടെ ഞാൻ ഈ പറഞ്ഞില്ലേ ചമ്മന്തിപ്പൊടി, അത് ഞാനൊരു ബൗളിലോട്ടാക്കുന്നുണ്ട്, ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അത് മാത്രം മതി ചോറ് തിന്നാൻ, അത് മാത്രം. നല്ല എരിവൊക്കെ ആയിട്ട് ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർന്ന് നല്ല സൂപ്പറായിരുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മൾ നമ്മുടെ സേമിയ പായസം ഏകദേശമൊക്കെ തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു 4-5 ഏലക്ക ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അതിനകത്തുനിന്ന് മിസ്സിങ് ആയിപ്പോയെന്ന് തോന്നുന്നു, കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കണം, ഏലക്ക ചതച്ചത്. സേമിയ പായസത്തിനൊക്കെ എന്ത് പായസത്തിന് ഏലക്കയുടെ മണം മുന്തി നിൽക്കണമല്ലോ. പിന്നെ ഞാൻ ആ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പിന്നെ എന്തുമായിരുന്നു ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത്. അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ടില്ല, എനിക്ക് വലിയ താല്പര്യമില്ല അണ്ടിപ്പരിപ്പിനകത്ത്. അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തില്ല, മുന്തിരി മാത്രമേ താളിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ നെയ്യ് എന്നിട്ട് തൂവിച്ച് കൊടുക്കണം. അത് നന്നായിട്ട് ആ നെയ്ക്കകത്തൊക്കെ കിടന്ന് ഒന്ന് തിളച്ച് ഒരല്പം നേരം ഹാഫ് മൂടിയിൽ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി. വേറൊരു കാര്യമുണ്ട്, പഞ്ചസാര ഇടണം കേട്ടോ. പഞ്ചസാര ഞാൻ മറന്നുപോയി പറയാൻ. പഞ്ചസാര ഇട്ടിട്ട് വേണം ചെയ്യാൻ. ആവശ്യത്തിൽ കൂടുതൽ ഇച്ചിരി മുന്തി നിൽക്കട്ടെ പായസത്തിന് മധുരം. പഞ്ചസാര ഇട്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സേമിയ പായസം അവിടെ സെറ്റാകും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒഴിച്ചു കറിയൊന്നും ഇല്ലാത്ത ലഞ്ചാണിന്ന്. ചോറ്, പാവയ്ക്കാക്കറി ചൂടാക്കിയത്, ഫ്രിഡ്ജ് പാവയ്ക്കാക്കറി ഇരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കി എടുത്തു. പിന്നെ രാവിലത്തെ മുളക് ഞെവിടിയത്, പിന്നെ കുക്കുംബർ അരിഞ്ഞത്, ഉപ്പും ചേർത്ത് അരിഞ്ഞത്, ഈ ചമ്മന്തിപ്പൊടി, 2 നെല്ലിക്ക കഷ്ണം, 2 ചെറിയ പീസ് പപ്പടം. അപ്പോൾ ഇതെല്ലാം കൂട്ടി നല്ല സൂപ്പറാണ്. ഒഴിച്ചു കറി ഒന്നും വേണ്ട, ഇത്രയും കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ വീണ്ടും 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 ചോറിട്ട് തിന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.